Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, Good miss. morning, ma'am. Good morning, all. Prayer ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം ഞാനാണ്. എൻ്റെ പേര് ആഫില. ആഫിന. Okay, Dear Lord, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Help me to see your blessing in every moment, and may I serve others with kindness and grace. Okay. Thought of the Thank day. you, ma'am. Thank you. Thought of the day signing. Hello everyone. Good morning to all of you. My name is Shruti Suresh. I am well and I hope you will be also well. I would like to extend a warm welcome to our respected teacher for joining us today. We hope this day turns out to be as amazing as it start. Everyone sit back and enjoy. I invite Asina for tell today's thought. Thank you. I'm Asina. Believe in yourself and you will achieve great things. A smile is the best gift you can give to others. Every day is a new chance to be kind and helpful. Small actions can make a big difference. Thought of by Asina. Okay. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? എന്റെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് നിങ്ങള് അല്ലല്ലോ? അല്ല മാം. അല്ല. ലാസ്റ്റ് ക്ലാസ്സില് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കോമൺ ഡിസീസസിനെ പറ്റി, കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസിനെ പറ്റിയാ നമ്മൾ പറഞ്ഞത്. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ഞാൻ ഷെയർ Drink ചെയ്ത് like water and sorbet. ലാസ്റ്റ് അതായിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? Yeah. ഹോംവർക്ക് തന്നിനല്ലേ? എന്താണ്? ഹോംവർക്ക് തന്നിട്ടുണ്ടായി. പെൻഡാവാലന്റ് വാക്സിനെ പറ്റി നോക്കിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു മാം. 5 വാക്സിന്റെ പേര് പറഞ്ഞിട്ട് നോക്കിട്ട് വരാൻ പറഞ്ഞു. എന്താ പെൻഡാവാലന്റ് വാക്സിൻ വരുന്നത്? ആരാ പ്രിപ്പയർ ചെയ്തിരിക്കണേ? Pentavalent is also known as the pentavalent vaccine. Is a combination vaccine that protects against 5 childhood diseases: diphtheria, tetanus, pertussis, hepatitis B, and Haemophilus influenza or type B or Hib. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ യൂണിറ്റ് 7 ഡിസ്കസ് ചെയ്യൂട്ടോ. ജസ്റ്റ് ഒന്ന് പെൻഡാവാലന്റ് വാക്സിൻ ആണ്. ഏതാണ് ഡിഫ്തീരിയക്കും മൂഫിംഗ് കഫിനൊക്കെ എതിരെ എടുക്കുന്നതെന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ കൂടുതലായിട്ട് പറയാം. ഓക്കെ. നമ്മള് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് മൂഫിംഗ് കഫ് പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. ഡിഫ്തീരിയ പറഞ്ഞു, ടെറ്റനസ് പറഞ്ഞു. ഡിഫ്തീരിയ പറഞ്ഞത്. ഡിഫ്തീരിയ വരെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖമാണ് ടെറ്റനസ്. നമ്മൾ TT എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? ചെറിയ മുറിവൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കാൻ പറയും? എല്ലാവരോടും TT എടുക്കാനായിട്ട് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യും? TT എടുക്കണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ കാലുമേക്കുള്ള ചെറിയ മുറിവിലൂടെ ഒരു ടെറ്റനസിന്റെ രോഗമാണ് നമ്മളുടെ ബോഡിയിലേക്ക് കയറി അത് എന്താവാനുള്ള ചാൻസ് ഉണ്ട്? നമുക്ക് ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കമ്പൽസറി ആയിട്ട് എന്തെങ്കിലും മുള്ളോ കാലുമേ എന്തെങ്കിലും മുറിവ് ഉണ്ടെങ്കിൽ TT എടുക്കണം എന്ന് പറയുന്നത്. ഈ ടെറ്റനസിന്റെ ജെമിന്റെ പേര് അല്ലെങ്കിൽ ടെറ്റനസിന്റെ വൈറസിന്റെ പേരാണ് ക്ലോസ്ട്രീഡിയം ടെറ്റനി. സി ടെറ്റനി എന്നാ പറയാറ്. എന്താ പറയാറ്? സി ടെറ്റനി.
ഫുൾ നെയിം ഉണ്ട് ക്ലോസ്ട്രീഡിയം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതല്ലോ ഞാൻ അയക്കുന്ന ഇമേജുകള്? മെസ്സേജ് കാണാനില്ലേ? കാണുന്നുണ്ട്. രണ്ടുപേരാ പറയുന്നത്. സി ടെട്രി എന്ന് പറഞ്ഞാലും ക്ലോസ്ട്രീഡിയം ടെട്രി എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, അപ്പൊ ടെറ്റനസ് എന്ന് പറയുന്നതാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം ഈ രോഗാണു മുഖേനയാണ് വരുന്നത്. ഓക്കെ, ടെറ്റനസ് എങ്ങനെ നമുക്കിങ്ങനെ ഇൻഫെക്ഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലോ കയ്യോ എന്തെങ്കിലും മുറിവ് സംഭവിക്കുകയാണെങ്കിൽ നമ്മള് മണ്ണില് ചെരുപ്പൊന്നും ഇടാണ്ട് കുട്ടികളല്ലേ, മണ്ണിൽ ചെരുപ്പൊന്നും ഇടാണ്ട് അവിടെ എങ്ങനെയെങ്കിലും നടക്കുകയൊക്കെ ചെയ്യും. അപ്പോ ആ രോഗാണു എന്ത് ചെയ്യും, നമ്മുടെ ആ മുറിവിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവും. ഇനി ഈ രോഗാണു മിക്കവാറും എന്തിലാണ് ഉണ്ടാവാറ്? കൗഡങ്ങിലും ഹോസ്റ്റങ്ങിലാണ് മെയിൻ ആയിട്ട് കാണാറ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗഡങ്ങിലും ഹോസ്റ്റങ്ങിലും ചാണകത്തിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ രോഗാണു ഉള്ളത്. സോ കുട്ടികൾ അറിയാണ്ട് കളിക്കാനൊക്കെ പോകുമ്പോൾ കാലുമ്പോ മുറിവൊക്കെ ഉണ്ടെങ്കിലും അവരത്ര കെയർഫുൾ ആയിരിക്കില്ല, കെയർലെസ് ആയിരിക്കും. സോ അവരത് ശ്രദ്ധിക്കാതെ ചെരുപ്പൊന്നും ഇടാണ്ട് കളിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഈ രോഗാണു എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ മുറിവിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആ പേഷ്യന്റിന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? ടെറ്റനസ് എന്ന് പറയുന്ന അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എന്റെ വീടിന്റെ അടുത്ത് നടന്നൊരു സംഭവം നിങ്ങളോട് പറഞ്ഞോ? പറഞ്ഞില്ലേ? അപ്പൊ അത് ആ ഒരു വ്യക്തിയുടെ എന്താ പറയാ, ഇത്തിരി നാളത്തെ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് മൂലം അല്ലെങ്കിൽ ആ ഒരു പേടി മൂലമാണ്, കൊറോണ വരുമോ, ഹോസ്പിറ്റലിൽ പോയാൽ കൊറോണ വരുമോ എന്നുള്ള പേടി മൂലമാണ് എന്ത് ചെയ്യാനത്, ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകാനായാലും TT എടുക്കാൻ പോകാനത്. പക്ഷെ ആ ചേട്ടന് എന്താ വില കൊടുക്കേണ്ടി വന്ന? ആ ചേട്ടന് കാല് മുറിച്ച് കളയേണ്ടതായിട്ട് വന്നു. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം, കുട്ടികൾ ഒരു കാരണവശാലും മുറിവൊക്കെ കാലിനെ കയ്യുമ്പോ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് അത് ഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികളെ പുറത്തേക്ക് വിടാനായിട്ട്. ഓക്കെ, അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് വിടരുത്. കാലൊക്കെ നല്ല രീതിയിൽ മുറിവൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ബാൻഡേജ് ഒക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പുറത്ത് കളിക്കാനായിട്ട് ഒക്കെ വിടാൻ പാടുള്ളൂ. ഓക്കെ, ഇനി ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് എഫക്ട് ചെയ്യുന്ന മസിൽസിനെയാണ്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ്, നമുക്ക് മസിൽസ് സ്പാം അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ഇങ്ങനെ എന്താ പറയാ, ഒരു ഒട്ടും നമുക്ക് ഞാൻ കാണിച്ചു തരാം. പേശികളുടെ സങ്കോചം എന്താണ്? പേശി. അതെ, പേശികളൊക്കെ നമുക്ക് മൂവ് ആവാൻ പറ്റാത്ത പോലെ ഇങ്ങനെ ആ ഒരു കുട്ടികള് ആദ്യം ഈ സിംറ്റംസ് ഒക്കെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി പറയുന്നത് പെയിൻഫുൾ ആണ്, മസിൽസ് നമുക്ക് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പിന്നെ ഹെഡ് ഏക്ക്, ഫീവർ ഒക്കെ, സാധാരണ ബ്ലഡ് പ്രഷറിൽ ചേഞ്ചസ്, റെസ്പിറേഷൻ, ഇതൊക്കെ സാധാരണയായിട്ടുള്ള സിംറ്റംസ് ആണ്. മാക്സിമം ഈ അസുഖം വരാതിരിക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ നമ്മള് എന്തെങ്കിലും ചെറിയ മുറിവാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് എന്ത് ചെയ്യുക, നല്ല സോപ്പൊക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് അത് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മള് മുറിവ് കാലുമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, TTയുടെ വാക്സിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അസുഖം അത്രയും ഇതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, കോംപ്ലിക്കേഷൻസ് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം വാക്സിൻ എടുക്കുകയാണ് വേണ്ടത്. നോക്കി, കാലും ഒരു ചെറിയ മുറിവാണ്. സോ ടെറ്റനസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഈ കാലിലെ മുറിവിലൂടെ എന്ത് ചെയ്യാണ്, ശരീരത്തിലേക്ക് കയറാണ്. ഓക്കെ, അങ്ങനെയാണ് സാധാരണയായിട്ട് വരുന്നത്. ഹൈ ടെമ്പറേച്ചർ സെറ്റിംഗ്, റാപ്പിഡ് ഹാർട്ട് ബീറ്റ്, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ ഇതിന്റെ സിംറ്റംസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ടെറ്റനസിന്റെ ഫീവർ വരാം, ഹൈ ബ്ലഡ് പ്രഷർ, മസിൽ സ്പാം എന്ന് വെച്ചാൽ കൈക്ക് ഭയങ്കര വേദന, ലോക്ജോ, പിന്നെ സെറ്റിംഗ്, ഡിഫിക്കൽറ്റി ഇൻ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് സിംറ്റംസ് ആയിട്ട് പറയുകയാണെങ്കിൽ കേട്ടോ. മാക്സിമം നമ്മൾ ഈ അസുഖം വരാതിരിക്കാൻ നോക്കുക. ചെറിയ മുറിവാണെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കെയർ ചെയ്യുക, നല്ല രീതിയിൽ അത് കെയർ ചെയ്യുക, ഡ്രസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, TT എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ടെറ്റനസ് എന്ന് പറയുന്ന വാക്സിൻ, TT വാക്സിൻ കുട്ടികൾക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാവോ? 10 വയസ്സിന് ശേഷം. എത്ര വയസ്സിന് ശേഷം? 10 വയസ്സ്. 1.5 വയസ്സ്. 1.5 വയസ്സിലോ? 5 വയസ്സില്. 5ാമത്തെ വയസ്സ്. ഓക്കെ, നിങ്ങൾക്ക് ടെറ്റനസിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ടെറ്റനസിന്റെ TTയുടെ വാക്സിൻ
ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ്. പക്ഷെ അത് കുട്ടിക്കല്ല കൊടുക്കുന്നത്, അമ്മമാർക്കാണ്. ഓക്കെ അല്ലെ? കുട്ടി ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ടിക്ക് എതിരെയുള്ള പ്രതിരോധത്തിനുള്ള വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ടിയുടെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോ ടി ഫസ്റ്റ് ഡോസും ടി സെക്കൻഡ് ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത് അല്ലെ? അമ്മമാർക്ക് കൊടുക്കുന്നത് എന്നുള്ളൂ, പക്ഷെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ ഇനിയിപ്പോ പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ 3 വർഷത്തിന് ഗ്യാപ്പ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് നമ്മൾ ബൂസ്റ്റർ ഡോസാണ് കൊടുക്കാറ്. ഓക്കെ, നമ്മൾ ടിയുടെ വാക്സിൻ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ കൊടുക്കുന്നുണ്ട്. TT1 TT2. പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലെങ്കിലും ബൂസ്റ്റർ ഡോസ് കൊടുക്കും. പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ട് അല്ലെ? പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 2 വാക്സിൻ എടുത്തിട്ടുണ്ടാവും. ആ 2 വാക്സിനും ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ടിറ്റിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇത് മെയിൻ ആയിട്ട് എവിടെയാണുള്ളതെന്ന് പറഞ്ഞു, കൗഡങ് ആൻഡ് ഹോസ്ഡങ്ങിലാണ്. നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ദ ജേം എൻറ്റർ ദ ബോഡി ത്രൂ ഇഞ്ചുറീസ്. എന്ത് മുഖേനയാണ് ഈ ജേംസ് എൻറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? ഇഞ്ചുറീസ് മുഖേനയാണ് ഈ ജേംസ് നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ആകുന്നത്. ഓക്കെ, ഇറ്റ് ആക്ട് ഓൺ ദ നെർവസ് സിസ്റ്റം. ഇത് എഫക്ട് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയാണ് ബാധിക്കുന്നത്. ഇൻഡിഫറൻസ് ഇൻ മസിൽസ്, നമ്മുടെ മസിൽസിലെ ഇൻഡിഫറൻസ് ആണ് ഫസ്റ്റ് സിംറ്റം ആയിട്ട് നമുക്ക് പറയുന്നത്. ഈസ് ദ പ്രൈമറി സിംറ്റം ഓഫ് ദിസ് ഡിസീസ്. ഈ ഡിസീസിന്റെ പ്രൈമറി സിംറ്റം ആണ് ഇൻഡിഫറൻസ് ഇൻ മസിൽസ്. ഞാൻ ഒരു ഇമേജിൽ ഒരു കുട്ടീനെ കാണിച്ചു തരും. ആ കുട്ടിയുടെ മസിൽസ് ഒക്കെ ഇങ്ങനെ മസിൽസ് ചില ഒട്ടും നമുക്ക് ആ കുട്ടിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോണത്. എന്ന് വെച്ചാൽ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്താൽ പിന്നെ നമുക്ക് എന്താണ് നമ്മുടെ ബ്രെയിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മസിൽസിലേക്കുള്ള എന്താ പറയുക സിഗ്നൽസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്രെയിനിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയാണ് ഇൻഡിഫറൻസ് ഇൻ മസിൽസ് സംഭവിക്കുന്നത്. ദ മസിൽ സ്പാൻസ് make spinning difficulty and even the patient will not be able to breathe in advanced condition. നമുക്ക് മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മസിൽ സ്പാം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അതേപോലെ അഡ്വാൻസ്ഡ് കണ്ടീഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ബാക്ടീരിയ അതാണ് മെയിൻ പോയിന്റ്, നിങ്ങൾ ശ്രദ്ധിക്കണം. The bacteria that cause this disease grow in cow dung and horse dung etc. ഈ ബാക്ടീരിയ എന്തിലാണ് ഉള്ളത്? കൗ ഡങ്ങിലും ഹോസ് ഡങ്ങിലാണ് മെയിൻ ആയിട്ട് കാണുന്നത്. ഈവൻ സ്മോൾ wound should be cared for properly. ചെറിയൊരു മുറിവാണെങ്കിൽ പോലും നല്ല രീതിയിൽ അത് കെയർ ചെയ്യണം. അല്ലാത്ത പക്ഷം ഈ ബാക്ടീരിയ, ടെറ്റനസിന്റെ ബാക്ടീരിയ നമ്മുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുകയും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? നമ്മളുടെ നെർവസ് സിസ്റ്റത്തിനെ അത് അഫക്ട് ചെയ്യാനും മസിൽസിന് ഇൻഡിഫറൻസ് വരുത്താനും അല്ലെങ്കിൽ മസിൽ സ്പാം ഒക്കെ വരാനുള്ള കാരണമായിട്ട് മാറും. നമ്മൾ കെയർ കൊടുക്കുക, മാക്സിമം അസുഖം വരാതിരിക്കാൻ നോക്കാം. കുട്ടികളുടെ കാലത്ത് ചെറിയൊരു മുറിവാണെങ്കിൽ പോലും അത് പ്രോപ്പർ ആയിട്ട് കെയർ ചെയ്ത് ഡ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടീനെ പുറത്തേക്ക് വിടാനായിട്ട്. ഓക്കെ, കളിക്കാനൊക്കെ വിടാനായിട്ട്. ഇപ്പൊ നമ്മൾ ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയുടെ കാല് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ഡ്രസ് ചെയ്ത് കൊടുക്കുക. നേഴ്സിംഗ് അസിസ്റ്റന്റ് ഇല്ലെങ്കിൽ ആരുടെ ഉത്തരവാദിത്തമാണ് അത്? നമ്മൾ ക്ലാസ് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. പ്രോപ്പർ ആയിട്ട് അത് ക്ലീൻ ചെയ്ത് ഡ്രസ് ചെയ്ത് കൊടുക്കുക. ആ കുട്ടീനെ കളിക്കാനായിട്ട് പുറത്തേക്ക് വിടാതിരിക്കാൻ ശ്രമിക്കാം. കാരണം ഇങ്ങനെ അസുഖങ്ങൾ, ഈ മുറിവിലൂടെ ഇങ്ങനെ ഒരു അസുഖം വരുന്നുണ്ടെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്. നമ്മുടെ കുട്ടികളെ പോലെ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസിനെയും എന്ത് ചെയ്യാനായിട്ട്, കെയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു അസുഖമാണ് പോളിയോ. കേട്ടിട്ടുണ്ടോ? ഓക്കെ, പക്ഷേ ഇപ്പോ കേരളത്തില് 2001 ശേഷം എന്ത് ചെയ്തിട്ടില്ല? പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭാഗ്യാണ്. കാരണം കേരളത്തിൽ 2000 ശേഷം 25 വർഷമാവുന്നു അല്ലെ? 2000 ശേഷം ഒരു ആൾക്ക് പോലും പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇന്ത്യയിൽ 2011 ശേഷം എന്ത് ചെയ്തിട്ടില്ല? പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 2014 ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ ഒരു പോളിയോ വിമുക്ത രാജ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇയറുകൾ ഞാനൊരു പറയാം. കേരളത്തിൽ 2000 ശേഷം, അതേപോലെ തന്നെ ഇന്ത്യയില് 2011 ശേഷം പോളിയോ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകാരോഗ്യ സംഘടന നമ്മുടെ ഇന്ത്യയെ പോളിയോ
രാജ്യമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ കുട്ടികൾക്ക് ഇന്നും പോളിയോ കൊടുക്കുന്നുണ്ട്, പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഓറൽ പോളിയോ വാക്സിൻ നമ്മൾ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നില്ലേ? ഇല്ലേ? അതേപോലെ ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അറിയുന്നില്ല എന്നുള്ളൂ. പക്ഷെ കുട്ടി ജനിച്ച് എനിക്ക് തോന്നുന്നു നോക്കട്ടെ വെയിറ്റ്. ഇനാക്റ്റീവ് പോളിയോ ജനിച്ച ഉടനെ കൊടുക്കുന്നത് OPV ആണ്. OPV കൊടുക്കുന്നത് ജനിച്ച ഉടനെ തന്നെ നമ്മൾ OPV വാക്സിൻ കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും വാക്സിൻസ്, പോളിയോയുടെ വാക്സിൻസ് കൊടുക്കണേന്ന് അറിയാവോ? എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ മാത്രമാണ് ഈ രോഗം റിപ്പോർട്ട് ചെയ്യാത്തത്. പക്ഷേ നമ്മുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാനിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലും ഇന്നും ഈ അസുഖങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ അല്ലെങ്കിൽ ആ ഒരു അസുഖത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ അസുഖം നമ്മുടെ കുട്ടികൾക്ക്, ഇന്ത്യയിലെ ഒരു കുട്ടിക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, പോളിയോ വാക്സിൻസ് കൊടുക്കുന്നുണ്ട്. പോളിയോ വാക്സിൻസ് രണ്ട് രീതിയിലുണ്ട്. നമുക്ക് അറിയുന്ന, കോമൺ ആയിട്ട് അറിയുന്ന ഓറൽ പോളിയോ വാക്സിൻ. ഇങ്ങനെയാണ് ഓറൽ പോളിയോ വാക്സിൻ, നമ്മുടെ തുള്ളിമരുന്ന്. ഓറൽ പോളിയോ വാക്സിന് നമ്മൾ പറയുന്ന പേര് OPV എന്നാണ്. ഓറൽ പോളിയോ വാക്സിൻ, OPV. ഇനി രണ്ടാമത്തെ വാക്സിൻ ആണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ. എന്താണ് ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ? അത് IPV ആണ്. IPV ആണ്. IPV സെക്കൻഡ് ഡോസ് IPV. ഓക്കെ, ജനിച്ച ഉടനെ തന്നെ കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് എന്ത്, OPV. നമ്മളെ കുട്ടിക്ക് BCGയുടെ വാക്സിൻ എടുക്കില്ലേ, കയ്യുമ ഷോൾഡറിലും ഇവിടെ ഒരു ചെറിയൊരു വാക്സിൻ എടുക്കുമല്ലോ ജനിച്ച ഉടനെ തന്നെ. ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടിക്ക് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് IPVയുടെ ഫസ്റ്റ് ഡോസ് 1.5 മാസത്തിലാണ് കൊടുക്കുന്നത്. 1.5 മാസമാകുമ്പോൾ ഒരു വാക്സിൻ, IPVയുടെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. പെൻഡാവാലിനൊപ്പം തന്നെ IPV കൊടുക്കുന്നുണ്ട്, OPVയും കൊടുക്കുന്നുണ്ട്. പിന്നെ റൊട്ടാവാൻ, അതേപോലെ തന്നെ PCV, അത്രയും വാക്സിൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. 1.5 മാസത്തിൽ നമുക്കറിയാം അമ്മമാര് ഇപ്പോ എന്താ പറയാ, കുട്ടികൾ ഈ ഒരു ഏജിലുള്ള കുട്ടികളുടെ അമ്മമാർക്ക് അറിയാൻ പറ്റും 1.5 മാസത്തിൽ കുറച്ച് വാക്സിൻ, 4 വാക്സിനോളം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഇനി 2.5 മാസത്തിലേക്ക് വരുമ്പോൾ OPV മാത്രമേ കൊടുക്കുന്നുള്ളൂ, ഓറൽ പോളിയോ വാക്സിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ, തുള്ളിമരുന്ന്. പിന്നെ 3.5 മാസത്തിൽ OPVയും IPVയുടെ എന്നുവെച്ചാൽ നമ്മുടെ ഇനാക്റ്റീവ് പോളിയോ വാക്സിന്റെ സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 3.5 മാസം കഴിഞ്ഞിട്ട് 9 മാസത്തിലാണ് പിന്നെ വാക്സിൻ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, IPVയുടെ തേർഡ് ഡോസ് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ പോളിയോ ഡേ അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ തുള്ളിമരുന്നായിട്ട് കൊടുക്കുന്നുണ്ടാവും മോൾക്ക് അല്ലേ. അപ്പൊ 1.5 മാസത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്, വാക്സിനൊക്കെ എടുത്തിട്ടില്ലേ? അപ്പൊ മോനൊന്ന് ഒന്ന് ബുക്കില്ലേ നമ്മുടെ എന്താ പറയാ, ആ കാർഡ് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വാക്സിൻസിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ മോന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ആയിരിക്കും, കാരണം 3 മാസമല്ലേ ആയിട്ടുള്ളൂ. ആ 2 പേജ് ഇല്ലേ, ആ വാക്സിൻസിന്റെ 2 പേജ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അതിന്റെ തൊട്ടുപുറത്തുള്ള പേജ് ഒന്ന് എടുത്തിട്ട് ഗ്രൂപ്പിലിടാം. അപ്പൊ എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കി. ഇപ്പൊ ഞാൻ ഈ പറയണേക്കാളും കൂടുതൽ, കാരണം നമ്മളിപ്പോ എന്താ പറയാ, നെറ്റിൽ നിന്ന് എടുത്തിട്ടാൽ പോലും അതിൽ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അശ്വതി എന്തായാലും ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യൂ കേട്ടോ, ആ ഇമേജസ് ഏതൊക്കെ വാക്സിൻസ് ആണ് കുട്ടികൾക്ക് ജനിച്ച ഉടനെ കൊടുക്കുന്നതെന്നുള്ളത് അശ്വതി നിങ്ങൾക്ക് ഷെയർ ചെയ്ത്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പോളിയോ ആണ്. പോളിയോ എന്ന് പറയുന്ന അസുഖം മലയാളത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? അറിഞ്ഞൂടാ, നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അറിഞ്ഞൂടാ അല്ലെ? പിള്ളവാതം എന്ന് പറയും മലയാളത്തില്. നമുക്ക് എന്തെങ്കിലും ഒരു ഡിഫിക്കൽറ്റീസ് വരും. ഇപ്പൊ പോളിയോ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ് ആവും, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ബോഡിയുടെ പാർട്സിന് ഡിഫിക്കൽറ്റീസ് വരും. ഓക്കെ, ഇപ്പൊ പോളിയോ എന്ന് പറയുന്ന അസുഖം വരുന്നത് പോളിയോ മെലൈറ്റിസ് എന്ന് പറയുന്ന കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്, പോളിയോ മെലൈറ്റിസ്.
എന്ന് പറയുന്ന വൈറസ് മുഖേനയാണ് നമുക്ക് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പോ ഇതിനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വാക്സിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല. നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി നമുക്ക് നോക്കാം. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റൂല. നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ഡിഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് എന്ത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇനി പോളിയോ എന്ന് പറയുന്ന അസുഖം വന്ന് നമുക്ക് എന്തെങ്കിലും വൈകല്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വൈകല്യം നമ്മുടെ ലൈഫ് ലോങ് എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അസുഖം വരാതിരിക്കാനാണ് നോക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ വാക്സിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറഞ്ഞു. പോളിയോ എന്ന് പറയുന്ന അസുഖത്തിന് എന്തില്ല, ട്രീറ്റ്മെന്റ് അവൈലബിൾ അല്ല, നോ ട്രീറ്റ്മെന്റ്. പിന്നെ നമ്മൾ വൈകല്യങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ ബോഡി ഫുൾ ആയിട്ട് പാരലൈസ് ആവും, അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് അല്ലെങ്കിൽ ബോഡിയുടെ ഭാഗം പാരലൈസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്താ പറയുക, ഞാൻ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഫിസിയോതെറാപ്പി ആണ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത്. മെഡിസിൻസ് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സോ നമുക്ക് അതിനെതിരെ അല്ലെങ്കിൽ പോളിയോ അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോളിയോ വാക്സിൻസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 2 രീതിയിലെ പോളിയോ വാക്സിൻസ് ഉണ്ട്. ഓറൽ പോളിയോ വാക്സിനും ഇനാക്റ്റീവ് പോളിയോ വാക്സിനും 2 രീതിയിലെ പോളിയോ വാക്സിൻസ് ആണ് കുട്ടികളിൽ കൊടുക്കുന്നത്. ഈ അസുഖം ഇപ്പോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. എന്നുവെച്ചാൽ 2011 ശേഷം ഇന്ത്യയിൽ റിപ്പോർട്ടേ ചെയ്തിട്ടില്ല. അതേപോലെ കേരളത്തിൽ 2000 ശേഷം പോളിയോ എന്ന് പറയുന്ന അസുഖം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ 2014 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ത്യനെ പോളിയോ വിമുക്ത രാജ്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കണതിന് അല്ലെങ്കിൽ പോളിയോ എന്ന് പറയുന്ന വാക്സിൻസ് അല്ലെങ്കിൽ ഓറൽ പോളിയോ OPV ആവട്ടെ IPV ആവട്ടെ അതെടുക്കാൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ ഇന്നും ഈ ഒരു അസുഖം എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മളുടെ കുട്ടികൾക്ക്, നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിൽ ഒരു കുട്ടിക്ക് പോലും വരാൻ പാടില്ല, ഇങ്ങനെയുള്ള വൈകല്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഈ പോളിയോന്റെ വാക്സിൻസ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് നോക്കാം. പോളിയോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ വൈറസ്. നമുക്കറിയാം പോളിയോ മെലൈറ്റിസ് എന്ന് പറയുന്ന വൈറസ് ആണ് പോളിയോ എന്ന് പറയുന്ന അസുഖം വരുത്തുന്നത്. ഫീവർ ഈസ് ദ ഫസ്റ്റ് സൈൻ ഫോളോഡ് ബൈ വീക്ക്നെസ് ഓഫ് ലിംസ്. ഫസ്റ്റ് വരുന്ന സൈൻ എന്താണ്, ഫീവർ ആണ്. പിന്നെ നമുക്ക് പേശി ബലക്കുറവ് തോന്നും. സംടൈം പാരലൈസ് ഓഫ് ഹോൾ ബോഡി മേ ഹാപ്പൻ. ചില കേസുകളിൽ നമ്മളുടെ ബോഡി എന്താണ് ടോട്ടലി പാരലൈസ് ആയിട്ട് മാറും. ദ ട്രീറ്റ്മെന്റ് ഈസ് ഫിസിയോതെറാപ്പി. ഇതിന് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്ത് മാത്രമാണ്, ഫിസിയോതെറാപ്പി മാത്രമാണ്. ദ ഡിഫക്ട്സ് മേ ബി പെർമനന്റ്. നമുക്ക് വരുന്ന ഡിഫക്റ്റ് എങ്ങനെയായിരിക്കും, പെർമനന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറയുമ്പോ ഇമ്പോർട്ടൻസ് പോയിന്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുന്നില്ലേ? മിസ്സേ പോളിയോ എന്ന് പറഞ്ഞ തന്നെയാണോ പക്ഷാഘാതം എന്ന് പറഞ്ഞത്? പക്ഷാഘാതം അതല്ലല്ലോ, അത് പാരലൈസിസ് അല്ലേ പറഞ്ഞത്. പക്ഷാഘാതം നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരുന്നത് അതല്ലേ പക്ഷാഘാതം. പോളിയോ എന്ന് പറയുന്നതല്ല കേട്ടാ. ഫിസിയോതെറാപ്പി പക്ഷാഘാതത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് ആ സമയത്ത് നമ്മളുടെ ബോഡിയുടെ ഭാഗികമായിട്ട് നമുക്ക് വേണമെങ്കിൽ തളർച്ച സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ പോളിയോ എന്ന് പറയുന്നത് വേറൊരു അസുഖമാണ്, സെപ്പറേറ്റ് ആണ്, രണ്ടാണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എഴുതിയെടുക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന പോയിന്റ്സുകള്? ഇനി ഡിസെൻട്രി, ഭയങ്കര കട്ടിയുള്ള പേരല്ലേ ഡിസെൻട്രി. അറിയോ എന്താ സംഭവം? ലൂസ് മോഷൻ. സാധാരണ മുതിർന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ലൂസ് മോഷൻ അത്ര വലിയ സീനുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് കുട്ടികൾക്കാണെങ്കിൽ അത് റിസ്കിയാണ്. എന്ന് വെച്ചാൽ ഒരു 2 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ എന്ന് വെച്ചാൽ അവർ ഭക്ഷണമൊന്നും പ്രോപ്പർ ആയിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പൊ അവർക്കാണ് ഈ ലൂസ് മോഷൻ ഡിസെൻട്രി വരണമെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സോ
എന്താണ് നമുക്ക് ഡിസെൻട്രി എന്ന് നോക്കാം. മുതിർന്നവർക്കും അതേപോലെ തന്നെ കുട്ടികൾക്കും വരുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് എന്ത് ഡിസെൻട്രി എന്ന് പറയുന്നത്. This is the disease in which loose and abnormal motions are passed. ലൂസും അബ്നോർമൽ ആയിട്ടുള്ള മോഷൻസ് നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്ന മോഷൻസ് പോവാണെങ്കിൽ അതെന്താണ് ഡിസെൻട്രി ആണ്. ഡിസെൻട്രി സംഭവിക്കുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ വയറ്റിൽ ചെറുതായിട്ട് പെയിൻ ഉണ്ടാവും, സ്റ്റൊമക് കേക്ക് ഉണ്ടാവും, അതേപോലെ നമ്മുടെ മോഷൻ ലൂസ് ആയിരിക്കും, മോഷനില് പൾസ് ആൻഡ് ബ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പഴപ്പും അതേപോലെ തന്നെ ബ്ലഡും കാണാൻ ചില കേസുകൾ കാണാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡിസെൻട്രി അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ മുതിർന്നവരിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എന്താണ് അത് മാറിപ്പോകും. നമ്മൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പോകാത്തൊരു അസുഖമാണ് എന്ത് ലൂസ് മോഷൻ എന്ന് പറയുന്നത്. മടിയുമാണ്, ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് പറയണമല്ലോ, അതുകൊണ്ട് നമ്മൾ പോകാറില്ല. പക്ഷേ ഡിസെൻട്രി എപ്പോഴാണ് അതിന്റെ സീരിയസ്നെസ്സിലേക്ക് എത്തുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ലൂസ് മോഷൻ സ്റ്റാർട്ട് ചെയ്തു, ലൂസ് മോഷൻ ആയിട്ട് രാവിലെ മുതൽ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ യൂറിൻ പോകാനായിട്ട് എന്താ പറയാ, യൂറിൻ പോകുന്നില്ല, ലൂസ് മോഷൻ ആയിട്ട് പോകുന്നുണ്ട് അല്ല, പക്ഷെ നമുക്ക് യൂറിൻ പോകാൻ തോന്നുന്നുണ്ട്, പക്ഷെ യൂറിൻ പോകുന്നില്ല. നമ്മൾ യൂറിൻ ഇല്ലാത്തൊരവസ്ഥ വന്നു നമ്മുടെ ബോഡിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് വോമിറ്റിംഗ് ഉണ്ട്, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതൊക്കെ നന്നായിട്ട് വോമിറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാണെങ്കിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കോ ഡിസെൻട്രി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ വാട്ടറിന്റെ എമൗണ്ട് കുറയുന്ന ഒരു സിറ്റുവേഷനെയാണ് എന്ത് പറയുന്നത്, ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്കറിയാം ഇത്രയും ലിറ്റർ വാട്ടർ ആണ് ഒരു ബോഡിയിൽ ഉള്ളത്, പക്ഷെ അതിന്റെ അളവിൽ കുറവ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. സോ ഡിസെൻട്രിയുടെ ഭാഗമായിട്ട് ഡീഹൈഡ്രേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ഹോസ്പിറ്റലിലേക്ക് പോവാണ് വേണ്ടത്. കാരണം ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറിനോട് പറയാം എനിക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ യൂറിൻ വരുന്നില്ല, ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ഉണ്ട്, എന്താ പറയാ വോമിറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട്, എക്സ്ക്രീറ്റിയില് നമ്മൾ പോയ മോഷനിൽ ബ്ലഡും കാണുന്നുണ്ട്, ഡോക്ടർ ഫീവർ ഉണ്ടോ എന്ന് നോക്കും, നമ്മുടെ റെസ്പിറേഷൻ നോക്കും. ഇനി അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം എന്താ ചെയ്യുക, ട്രിപ്പ് ഇടാണ് ചെയ്യാറ്. നമ്മുടെ ബോഡിയിൽ അത്രയും എമൗണ്ട് വാട്ടർ നിലനിർത്താനായിട്ട് നമ്മൾ മാക്സിമം ലൂസ് മോഷൻ വന്നു കഴിഞ്ഞാൽ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് നോക്കാം. വെള്ളം കുടിച്ചാലും നമുക്കത് വോമിറ്റിംഗ്, ചിലപ്പോൾ വോമിറ്റിംഗ് ടെൻഡൻസി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ വെള്ളം നമുക്ക് കുടിക്കാൻ ചാൻസ് ഇല്ല, പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് നോക്കാം, ട്രിപ്പ് ഇടാണ് വേണ്ടത്. ഓക്കെ, നമ്മളിപ്പോ മുതിർന്നവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി കുട്ടികളുടെ കാര്യം. അവരത്രയും നമുക്കറിയാം കുട്ടികള് അത്ര ആരോഗ്യമുള്ളവരൊന്നും അല്ല, നമ്മളെ പോലെ അത്രയും ആരോഗ്യം അല്ല, അത്രയും എന്താ പറയാ ഇതുള്ള ആൾക്കാരല്ല കുട്ടികൾ. അപ്പൊ കുട്ടികൾക്കാണ് ഡിസെൻട്രി വരുന്നതെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാണ് വേണ്ടത്. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എന്റെ മൂത്ത മോള് 1.5 വയസ്സായിരുന്ന സമയത്ത് അവർക്ക് ഡിസെൻട്രി എന്നുവെച്ചാൽ ലൂസ് മോഷൻ ആണ് വന്നത്. രാവിലെ ഹസ്ബൻഡ് ജോലിക്ക് പോണേക്കാളും മുമ്പായിട്ട് ലൂസ് മോഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോ എന്റെ വീട്ടിലായിരുന്നേ. അപ്പൊ ചെറുതായിട്ട് ലൂസ് മോഷൻ, അപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി. ഞാൻ വിചാരിച്ചു സാധാരണ ആയിരിക്കും, അപ്പൊ 1.5 വയസ്സായല്ലോ, അപ്പൊ സാധാരണ എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 7-8 കഴിഞ്ഞ് 9-10 ആയപ്പോഴേക്കും ലൂസ് മോഷൻ ആള് ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് തളർന്നു പോയി. ഒട്ടും അവർക്ക് കൈയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോകണ പോലെ, ഒട്ടും ബാലൻസ് ഇല്ലാത്ത പോലെ. എനിക്ക് ഭയങ്കര വിഷമമായി. പെട്ടെന്ന് ആള് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയാണ്, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ വീക്ക് ആയപ്പോ എനിക്ക് എന്തോ പേര്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞത് വൈകുന്നേരം വന്നിട്ട് കൊണ്ടുപോകാം, ഡോക്ടറെ അടുത്ത് പോവാന്നാ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, എന്റെ അച്ഛനോട് പറഞ്ഞു നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, കാരണം കുഞ്ഞിന് തീരെ വയ്യ, അവർക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ വേഗം കൊണ്ടുപോയപ്പോ ഡോക്ടറിന്, അപ്പൊ ഞാൻ ക്യൂ നിന്നില്ല, കാരണം ആള് തീരെ വയ്യ. നമുക്കറിയാം ഉച്ചയല്ലേ, അവള് ഭയങ്കരമായിട്ട് വയ്യാണ്ട് കിടക്കുക. അപ്പൊ വേറെ ഡോക്ടറിനോട് പറഞ്ഞു ലൂസ് മോഷൻ ആണ്, ആള് പെട്ടെന്നാണ് കുറച്ച് ഇങ്ങനെ ലൂസ് മോഷനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആള് വീക്കായി എന്ന് പറഞ്ഞു. ഡോക്ടർ മരുന്ന് എഴുതാൻ നിന്നില്ല, ആദ്യം തന്നെ എന്ത് ചെയ്തു, ട്രിപ്പ് ഇടാനായിട്ട് എഴുതി. ട്രിപ്പ് ഇടാൻ പോയിട്ട് ട്രിപ്പ് ഇട്ട് ഞങ്ങളവിടെ അഡ്മിറ്റ് ആയി അവിടെ കിടന്നപ്പോഴാണ് ഡോക്ടർ വന്ന് ബാക്കി മരുന്നുകൾ എഴുതുന്നത്. കാരണം ലൂസ് മോഷൻ നമ്മൾ വിചാരിക്കും നിസ്സാരം ഒരു അസുഖമാണ് ലൂസ് മോഷൻ, പക്ഷെ
ഡീഹൈഡ്രേഷനും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പെട്ടെന്ന് എന്താവും, വീക്ക് ആവും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ 2-3 പ്രാവശ്യം ലൂസ് മോഷനും വോമിറ്റിങ്ങും ഒക്കെ ആയിട്ട് വന്ന് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫുഡ് ഇൻഫെക്ഷൻ വന്നാലും മതിയല്ലോ നമുക്കിങ്ങനെ അസുഖങ്ങൾ വരാറുണ്ട്, ലൂസ് മോഷൻ വരാറുണ്ട്, പെട്ടെന്നായിട്ട് നമ്മൾ വീക്ക് ആവുന്നു. അപ്പൊ കുട്ടികളുടെ കാര്യം കുറച്ച് റിസ്ക് ആണ്. അപ്പൊ കുട്ടികൾക്ക് ലൂസ് മോഷൻ വന്നു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ നോക്കാം. അന്ന് എന്തോ എല്ലാവർക്കും ഈ ഒരു അസുഖം വരുന്നുണ്ടായിരുന്നു തോന്നുന്നത്. പിന്നെ ഈ ലൂസ് മോഷൻ വരാനായിട്ട് വേറെയും കാരണങ്ങൾ, ഫുഡ് ഇൻഫെക്ഷൻ ഒരു കാര്യമാണ്. മുതിർന്നവരിലാവട്ടെ, നമ്മൾ കുട്ടികൾക്ക് നമ്മൾ പുറത്തുനിന്ന് അധികം ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ലല്ലോ. പക്ഷെ മുതിർന്നവർക്ക് എന്ത് ചെയ്യാറ്, മുതിർന്നവർ അല്ലെങ്കിൽ നമ്മളൊക്കെ പോയിട്ട് ഫുഡ് പുറത്തുനിന്നൊക്കെ കഴിക്കുമല്ലേ. അപ്പോൾ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കാം. പിന്നെ എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ പുറത്തുനിന്ന് അധികം ഫുഡ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫുഡ് ഇൻഫെക്ഷൻ നമ്മളിപ്പോ എപ്പോഴും കാണുന്ന ഒരു ന്യൂസാണ് ഫുഡ് ഇൻഫെക്ഷൻ എന്നുള്ളത്. ഫുഡ് ഇൻഫെക്ഷൻ വന്നു, ഇന്നാളും മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും നമ്മൾ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ള ന്യൂസ് തന്നെയല്ലേ ഫുഡ് ഇൻഫെക്ഷന്റെ റിലേറ്റഡ് ആയിട്ട്. ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു വിഷുവിന്റെ ആ ടൈമില് ഒരു 26 വയസ്സുള്ള ഒരു കൊച്ചാണ്. അപ്പോ ആ ചിക്കൻ ഫുഡ് ഇൻഫെക്ഷൻ പറ്റിയിട്ടാണ് മരണം സംഭവിച്ചത്. ആള് എന്താ കഴിച്ചത്, മന്തി കഴിച്ചിട്ട് അതിന്റെ ഒപ്പം തന്നെ ഷെയ്ക്ക് കഴിച്ചു. ഷെയ്ക്കും കഴിച്ചു. അത് കഴിഞ്ഞ് എന്തോ പോട്ടിയോ അങ്ങനെ എന്തോ കഴിച്ചു. ഇത് ഫുഡ് ഇൻഫെക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതെ. പക്ഷെ എന്താണ്, റിവേഴ്സ് ആക്ഷൻ ഇല്ലേ എന്ന് വെച്ചാല് ചില ഫുഡിനൊപ്പം ചേരില്ല എന്ന് പറയില്ലേ, അങ്ങനെ എന്തോ റിവേഴ്സോ അങ്ങനെ എന്തോ ഓപ്പോസിറ്റ് റിയാക്ഷൻ മൂലം ആണ് ആൾക്ക് പെട്ടെന്ന് ഇതേപോലെ അബ്നോർമൽ ആയിട്ട് മോഷൻസ് സംഭവിച്ചു. അഡ്മിറ്റ് ചെയ്തു. രാവിലെ ഒരു 10 മണി വരെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ 1 മണി ആയപ്പോഴേക്കും ആൾക്ക് പെട്ടെന്ന് ആണ് മരണം സംഭവിച്ചത്. നമ്മൾ മാക്സിമം ഫുഡ് പുറത്തുനിന്ന് കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. നമുക്ക് കുട്ടികൾ എന്ത് പറഞ്ഞാലും അത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇന്ന് സൗകര്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് അതിൻ്റെതായ മെറ്റീരിയൽസ് വാങ്ങിക്കാനും എല്ലാം അവൈലബിൾ ആണ്. സോ നമ്മുടെ കുട്ടികളാണ് പുറത്തുനിന്ന് അധികം ഫുഡൊന്നും വാങ്ങിച്ചു കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് പാചകം ചെയ്ത് അവർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ റെസിപ്പീസ് കിട്ടും. അതനുസരിച്ച് അവർ പറയുന്ന ഫുഡുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം. കുട്ടികളിൽ പുറത്തുനിന്ന് ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ എനിക്ക് ഇഷ്ടമല്ലാത്ത 2 കാര്യങ്ങളാണ് പാക്കറ്റ് ഫുഡ് ഉണ്ടല്ലോ. പാക്കറ്റ് ഫുഡ് എന്തൊക്കെയാ, ലേസ്, കുർക്കുറെ അങ്ങനത്തെ അല്ലേ, അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനോടും എനിക്ക് താല്പര്യമില്ല കുട്ടികൾക്ക്. അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സും എനിക്ക് ഇഷ്ടമല്ല. മാക്സിമം നമുക്ക് കുട്ടികളെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ നോക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ലേസും ഈ ഫ്രൂട്ടി അതേപോലെ അങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ത് ചെയ്യാ, വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് നിർത്താനൊന്നും പറ്റൂല ശീലങ്ങള്. പതുക്കെ നമുക്കത് കുറച്ച് അതിന്റെ എന്താണ് ആ വാങ്ങിക്കുന്നതിന്റെ എമൗണ്ട് കുറച്ച് എന്ത് ചെയ്യാൻ നോക്കാം, ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോ എന്റെ മോൾക്ക് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഗ്രാൻഡ് പാരന്റ്സിനോടൊന്നും പറയാൻ പറ്റൂല. ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ ഇഷ്ടം പ്രകൃതിയിൽ എങ്ങനെയാണ് ഈ ചോക്ലേറ്റും അതേപോലത്തെ ഈ പാക്കറ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ ഹസ്ബൻഡ് അച്ഛന് എപ്പോഴും ലേസ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നേ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞു ലേസ് വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് എന്തോ ഒരു വിഷമം പോലെ പിന്നെ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കും. ഞാൻ അതെന്താ ചെയ്യാന്ന് വെച്ചാൽ എന്നോട് കൊടുക്കാൻ പറയുമ്പോൾ ഞാനത് കൊടുക്കില്ല, അത് മാറ്റും. എന്നിട്ട് മാറ്റി വെക്കും. അവർക്ക് കൊടുക്കാറില്ല. പതുക്കെ ആ ശീലങ്ങൾ ചെറുതായിട്ട് ഇപ്പൊ ആളങ്ങനെ ചോദിക്കില്ല. മുമ്പ് പുറത്തു പോകുമ്പോ ഭയങ്കര വാശിയായിരുന്നു, ഇന്നത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് കുറച്ച് പതുക്കെ, ഒത്തിരി ടൈം എടുക്കും. നമ്മളത് ശീലം കുറച്ച് കൊണ്ടുവന്ന് അത് ഞാൻ പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു, അത് മാറ്റി കളഞ്ഞു. അപ്പൊ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോ ഈ 3 അസുഖങ്ങളെ കുറിച്ച് ടെറ്റനസ്, പോളിയോ, ഡിസെൻട്രീനെ കുറിച്ചിട്ട് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കിയും ഞാൻ പറഞ്ഞ പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. വേഗം റീഡ് ചെയ്തേ.
ഓക്കെ, 3 അസുഖങ്ങളെ കുറിച്ചിട്ട് എല്ലാവരും റീഡ് ചെയ്ത് അല്ലെ. ടെറ്റനസ്, പോളിയോ, ഡിസെൻട്രി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു അസുഖമാണ് ജോണ്ടിസ്. എന്താണ് അസുഖത്തിന്റെ പേര്? ജോണ്ടിസ്. ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ മഞ്ഞപ്പിത്തം? നമ്മളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ഈ ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പറയാറുണ്ട് മഞ്ഞപ്പിത്തം എന്ന് തന്നെ പറയാം. മലയാളത്തിൽ എന്താ പറയാറ്? ജോണ്ടിസിന് മഞ്ഞപ്പിത്തം എന്നാ പറയാറ്. സോ അത് നമ്മളുടെ എന്താ പറയാ കണ്ണിലും അതേപോലെ തന്നെ മുഖത്തൊക്കെ ചെറിയൊരു മഞ്ഞ രാശി വരുന്നതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയുന്നത്? മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതേപോലെ ചെറിയൊരു മഞ്ഞ രാശി നമ്മൾ കണ്ണിൽ വരുന്നത്. ഓക്കെ, ജോണ്ടിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ, വോമിറ്റിംഗ് ഒക്കെ കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. നമ്മള് എന്താ പറയാ അത്ര ശുദ്ധജലങ്ങൾ അല്ലെങ്കിൽ മലിനമായ ജലമൊക്കെ കുടിക്കുന്നതിലൂടെ ആണ് ഈ ഒരു അസുഖം നമുക്ക് എന്ത് വരുന്നത്? ലൗലി മ്യൂട്ട് ആവോടാ? ഓക്കെ, നമ്മള് എന്താണ് മലിനമായ ജലത്തിലൂടെയാണ് ഈ ഒരു അസുഖം എന്ത് ചെയ്യുന്നത്? സ്പ്രെഡ് ആകുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ മഞ്ഞപ്പിത്തം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവും. കാരണം ബ്ലഡിലൂടെ അതേപോലെ പേഷ്യന്റിന്റെ എക്സ്ക്രീറ്റ ഒരാൾ യൂസ് ചെയ്ത ടോയ്ലറ്റ് തന്നെ ക്ലീൻ ചെയ്യാതെ മറ്റൊരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ യൂസ് ചെയ്ത ആൾക്കും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ബ്ലഡിലൂടെ സ്പ്രെഡ് ആകും. പിന്നെ എക്സ്ക്രീറ്റ് ഓഫ് ദ പേഷ്യന്റ്. അതേപോലെ മഞ്ഞപ്പിത്തം വന്ന ഒരാൾ കുടിച്ച ഗ്ലാസ് തന്നെ മറ്റൊരാൾ കുടിക്കുകയാണെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ്. പിന്നെ ഇത് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ അഫക്ട് ചെയ്യും. എന്നാലും എക്സ്പെഷ്യലി ആരെയാണ് അഫക്ട് ചെയ്യുന്നത്? ലിവറിനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ട് ലിവറിനെ അഫക്ട് ചെയ്യും. സോ നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്തെടുക്കാം? ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാനും നമ്മുടെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെ അതിന്റെയൊക്കെ വർക്കിംഗ് സ്റ്റോപ്പ് ആകാനും പിന്നെ അതുവഴി പേഷ്യന്റ് മരണം സംഭവിക്കാനും എന്താണ് ചാൻസ് ഉണ്ട്. സോ ട്രീറ്റ്മെന്റ് ഇറ്റ്സെൽഫ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ആളുടെ പനി നന്നായിട്ട് ഫീവറിങ് ആയിരിക്കും. റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ ആയിരിക്കും. ഇടയ്ക്ക് വരും പിന്നെ ഭയങ്കരമായിട്ട് പനിക്കും, മാറും, വീണ്ടും പനിക്കും. സോ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് ഫീവർ ആണെന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാം. ഈ മഞ്ഞപ്പിത്തം കൂടിക്കഴിഞ്ഞാല് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ ന്യൂമോണിയ ആയിട്ട് മാറി ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പേഷ്യന്റ് മരണം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഇതിന്റെ ലക്ഷണങ്ങൾ കാണാണ് നമ്മുടെ കണ്ണിലൊക്കെ ചെറിയ മഞ്ഞരാശിയൊക്കെ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിന്റെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി. അപ്പോ മഞ്ഞപ്പിത്തം നമ്മൾ കേട്ടിട്ടുണ്ടാവും. മിക്കപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും മഞ്ഞപ്പിത്തായിരുന്നു ന്യൂമോണിയ ആയിട്ട് മാറി ദെൻ പേഷ്യന്റ് മരണം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മള് പത്രത്തിലൊക്കെ വായിച്ച് കേട്ടിട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയസ് ജേംസ് ഇൻ ബ്ലഡ് ആൻഡ് എക്സ്ക്രീറ്റ ഓഫ് ദ പേഷ്യന്റ്. നമ്മുടെ പേഷ്യന്റ് എക്സ്ക്രീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലഡിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖമാണ് ജോണ്ടിസ്. ദ ജേംസ് അഫക്ട് ദ ലിവർ. ഈ ജേംസ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? ജേംസ് എന്തിനെ അഫക്ട് ചെയ്യുന്നത്? ലിവറിനെയാണ് അഫക്ട് ചെയ്യുന്നത്. അത് മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ ചോദിച്ചോളൂ. ദ ജേംസ് അഫക്ട് ദ ലിവർ ഇഫ് മെഡിക്കൽ എയ്ഡ് ഈസ് നോട്ട് പ്രോപ്പർലി ഗിവൺ. നമ്മൾ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് കൊടുത്തിട്ടില്ലെങ്കിൽ the eyes become yellow in color. എന്ത് കളറായിട്ട് മാറും? ഞാൻ നേരത്തെ ഇമേജസിൽ കാണിച്ചില്ലേ? കണ്ണെങ്ങനെയാണ് ചെറിയൊരു മഞ്ഞരാശി വരും. യെല്ലോ ഇൻ കളർ. അറ്റ് ദിസ് സ്റ്റേജ്
the activities of internal organ, especially the liver, become malfunctioning. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ഇമ്പാക്ട് എന്താ പറയുക ലിവറിന്റെ അടക്കം ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ ആക്ടിവിറ്റീസ് എന്താവും സ്റ്റോപ്പ് ആകും. ഫൈനലി ദ പേഷ്യന്റ് മേ ഈവൻ ഡൈ. അങ്ങനെ സംഭവിച്ചാൽ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാം. സോ ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഗിവൺ ഇൻ ദ സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. സോ നമ്മൾ ട്രീറ്റ്മെന്റ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഈ ഒരു അസുഖം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഓക്കെ, നമുക്കത് മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ മഞ്ഞപ്പിത്താണ്, റിക്കറന്റ് ആയിട്ട് ഫീവർ ഉണ്ട്, എന്താ പറയാ യൂറിനിൽ മഞ്ഞ കളർ ഉണ്ട്, അതേപോലെ നമ്മുടെ കണ്ണിലൊക്കെ മഞ്ഞരാശിയാണ് കൂടുതലായിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ അസുഖം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദെൻ പ്രോപ്പർ ആയിട്ട് മെഡിക്കൽ എയ്ഡ് എടുക്കാം. ഓക്കെ, ഇത് മെയിൻ ആയിട്ട് അത് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ ലിവറിനെയാണ്. ലിവറിനെ അഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓരോ ഇന്റേണൽ ഓർഗൻസിനായിട്ട് ഇത് അഫക്ട് ചെയ്യും. അങ്ങനെ പേഷ്യന്റിന് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, മാക്സിമം നമുക്ക് ഈ ഒരു അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അസുഖമാണ് മലേറിയ. മലേറിയ എന്ത് മുഖേന വരുന്ന അസുഖമാണ്? മോസ്കിറ്റോ. മോസ്കിറ്റോസ് ആണ്. മോസ്കിറ്റോ ആണ് അറിയോ? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. ആരാ പറഞ്ഞത്? അശ്വതി. ഓക്കേടാ, ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് എന്ത് സ്പ്രെഡ് ചെയ്യുന്നത്? മലേറിയ എന്ന് പറയുന്ന അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് രാത്രി കാലങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബീറ്റ് ചെയ്യുന്നത്, നമ്മൾ കടിക്കുന്നത്. ഓക്കെ, അങ്ങനെ കടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ മോസ്കിറ്റോയിലുള്ള ജേംസ് നമ്മുടെ ബ്ലഡിന്റെ സ്ട്രീമിലേക്ക് കയറിയും നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ അഫക്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീവർ ഉണ്ടാവും, റിക്കറന്റ് ആയിട്ടുള്ള ഫീവർ, ഭയങ്കര ഹെഡ് ഏക്ക് ഉണ്ടാവും, വീക്ക്നെസ് ഓഫ് ബോഡി ഒക്കെയാണ് സാധാരണ സിംറ്റംസ്. ഓക്കെ, അപ്പോ ഈ ഈഡിസ് കൊതുകൾ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ്? ഈഡിസ് ഡെങ്കിപ്പനിയാണോ? ആ, പിന്നെ ഒരെണ്ണം കൂടി ചിക്കൻ ഗുനിയ. ഓക്കെ, ലൗലി ഇവിടെയാണാടാ. ക്ലിയർ ആയില്ലടാ മുമ്പ് പറഞ്ഞ എന്താന്ന്. ഓക്കെ, മലേറിയ. മൊസ്കിറ്റോസ് ആർ മെയിൻലി ലൈബിൾ ഫോർ സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ്. ഈ അസുഖങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് മെയിൻലി ആരാണ്? മൊസ്കിറ്റോസ് ആണ് ലൈബിൾ. വെൻ ദ മൊസ്കിറ്റോസ് ബീറ്റ്സ്, നമ്മൾ ഒരു മൊസ്കിറ്റോ ബീറ്റ് ചെയ്യാണ്, ഈ അനോഫിലസ് മൊസ്കിറ്റോസ് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ജേംസ് ഗെറ്റ് ഇൻ ദ ബ്ലഡ് സ്ട്രീം ആൻഡ് ദെൻ ദ റെഡ് ബ്ലഡ് പ്രോസസ് RBCനെ അത് അഫക്ട് ചെയ്യും. സെവിയർ ഹെഡ് ഏക്ക്, ഭയങ്കര തലവേദനയായിരിക്കും. അതേപോലെ റിക്കറന്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല പനി വരും. വീക്ക്നെസ് ഓഫ് ദ ബോഡി ആർ ദ കോമൺ സിംറ്റംസ്, കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പൊ ഏത് മൊസ്കിറ്റോസ് ആണ് മലേറിയ സ്പ്രെഡ് ചെയ്യണമെന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഏതാണ്? ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ്. ഓക്കെ, ഇത് രാത്രികാലങ്ങളിലാണ് ബീറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ടൈമായിട്ട് മഴയൊക്കെ ഉണ്ട് വീട്ടിലൊക്കെ, അപ്പൊ അതുകൊണ്ട് ടെമ്പറേച്ചർ ഒക്കെ കുറവാണ്. പക്ഷെ നമുക്ക് ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ജനലൊക്കെ തുറന്നിട്ടല്ലേ കിടക്കാറ്? ഓക്കെ, അപ്പൊ ഈ ജനലൊക്കെ തുറന്ന് കിടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഈ മോസ്കിറ്റോസുകൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്? നമ്മുടെ കുട്ടികളെ വന്ന് ബീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ബീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം? ഈ മൊസ്കിറ്റോ നെറ്റ്സോ അല്ലെങ്കിൽ നമ്മൾ ജനലിന്റെ ഒക്കെ അവിടെ വെക്കുന്ന ഒരു നെറ്റ് ഒക്കെ കിട്ടും. അതേപോലെ നമ്മൾ മാക്സിമം കൊതുകുകളെ കടിക്കാതിരിക്കാൻ വേണ്ടി, കുട്ടികളെ കൊതുകുകൾ കടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ ഒരു അവസരം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൊസ്കിറ്റോസും മുഖേന വരുന്ന അസുഖങ്ങള് കുട്ടികൾക്ക് വരാതിരിക്കും. ഓക്കെ അല്ലേ? മാക്സിമം നോക്കാം. ഇനി ഈ രണ്ട് അസുഖങ്ങളൊന്ന് റീഡ് ചെയ്തേ, ജോണ്ടിസും മലേറിയയും.
ഒന്ന് റീഡ് ചെയ്തേ. Malaria and jaundice. It is the caused by the various genes in blood and the ഓക്കെ. ഓക്കെ, എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത പോർഷൻസ് എടുക്കുന്നില്ല കേട്ടോ, കാരണം ബാക്കി നെക്സ്റ്റ് ഡേ ബാക്കിയുള്ള ഡിസീസ് 3 നേരം കൂടെ ഉള്ളൂ. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു ക്ലാസ് എടുത്തു തുടങ്ങിയതൊന്ന് റൗണ്ട് അപ്പ് ചെയ്യാം, കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഇല്ലാത്ത കുറെ കുട്ടികൾ ഈ ക്ലാസ്സിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാൻ കയറിയില്ലായിരുന്നു. ഓക്കേടാ, ഞാനൊന്ന് ക്ലാസ് സമ്മപ്പ് നമ്മുടെ ചാപ്റ്ററിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററിന്റെ പേര് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്നാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചൈൽഡ്ഹുഡിൽ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കണ്ടുവരുന്ന അസുഖങ്ങളാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുള്ളതുകൊണ്ടാണ് കുട്ടികളിൽ മെയിൻ ആയിട്ട് എപ്പോഴും അസുഖങ്ങൾ വരുന്നത്. അതേപോലെ നമ്മളെക്കാളും കൂടുതൽ, മുതിർന്നവരെക്കാളും കൂടുതൽ കുട്ടികളാണ് പ്രകൃതിനോടും അതേപോലെ എൻവയോൺമെന്റിനോടും കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളത്. നമുക്കറിയാം എൻവയോൺമെന്റ് ഒക്കെ നല്ലതാണ്. അത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ എൻവയോൺമെന്റും ഹാർംഫുൾ ആയിട്ടുള്ള ഒരുപാട് ഫോഴ്സ് ഉണ്ട്. അപ്പോ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാക്സിൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് മൈക്രോ ഓർഗാനിസംസ്, നമ്മൾ കണ്ണിൽ പോലും കാണാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് എന്തുണ്ട് എൻവയോൺമെന്റിൽ ഉണ്ട്. അങ്ങനെ ആ മൈക്രോ ഓർഗാനിസം മുഖേന നമ്മുടെ എന്താ പറയാ കുട്ടികൾക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അസുഖങ്ങൾ വരുത്തുന്ന ചിലപ്പോൾ ജേംസ് ആയിരിക്കും, ബാക്ടീരിയാസ് ആയിരിക്കും, വൈറസ് ആയിരിക്കും, മറ്റെന്തും ഏതൊരു മൈക്രോ ഓർഗാനിസംസും നമുക്ക് അസുഖങ്ങൾ വരുത്തുന്നുണ്ട്. നമ്മൾ അസുഖങ്ങളെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അസുഖങ്ങളെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാന്ന് ആർക്കൊരാൾ പറയോ? Contagious infections. Contagious and infection. അപ്പൊ കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങളാണ് എന്ത് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇനി അത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മുടെ കൊറോണ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൊറോണയൊക്കെ പോലത്തെ അസുഖങ്ങളാണ് ഒരാളിൽ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ സ്പ്രെഡ് ഈസിലി ആൻഡ് ക്രിട്ടിക്കലി, പെട്ടെന്നായിരുന്നു സ്പ്രെഡ് ചെയ്യുന്ന ആ വ്യക്തിനെ ക്രിട്ടിക്കൽ ആക്കാനും അത് കാരണമാകും. ഈ ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് ഫുഡ് ഐറ്റംസ് മുഖേന ഇൻഫെക്ഷൻസ് വരാം, ഫുഡ് പോയിസണിങ്, എയർ മുഖേന ഇൻഫെക്ഷൻസ് വരാം. ഒരാൾ ചുമക്കുമ്പോഴും തുമ്മുമ്പോഴും ഒരുപാട് തൗസൻഡ്സ് ഓഫ് ജേംസ് ആണ് എയറിലേക്ക് സ്പ്രെഡ് ആകുന്നത്. അത് മുഖേനയും എന്ത് ചെയ്യാൻ, അത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരു വ്യക്തിനെ അഫക്ട് ചെയ്യും. ആ വ്യക്തിക്ക് എന്താണ് അതേ അസുഖം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആനിമൽസും അതർ ക്രീച്ചേഴ്സും മുഖേനയും അസുഖങ്ങൾ വരുന്നുണ്ട്. അതേപോലെ നമ്മള് പുറത്തുനിന്ന് മാർക്കറ്റിൽ നിന്നൊക്കെ ഐസ്, സോർബറ്റ്, പിന്നെ വാട്ടർ, ടീയും കോഫിയൊക്കെ കഴിക്കുമ്പോൾ മലിനമായ വെള്ളത്തിലൂടെയാണ് വെള്ളം കൊണ്ടാണ് അത് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസെൻട്രി, നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തൊരു അസുഖമാണ് ഡിസെൻട്രി ഒക്കെ പോലത്തെ അസുഖങ്ങൾ വരും. അതേപോലെ ഡേർട്ടി ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്സ്, നമ്മൾ കുട്ടികള് നമുക്കറിയാം അവർക്ക് പ്രോപ്പറായിട്ട് കൈ കഴുകാനും അതൊക്കെ അവർ ട്രെയിൻ ചെയ്ത് വരുന്നുള്ളൂ. സോ അവരത് കൈ കഴുകാനൊക്കെ മറന്നു പോയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ കയ്യിലുള്ള ജേംസ് ഒക്കെ അവരുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യാനും അവർക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത 2 അസുഖങ്ങൾ മെയിൻ ആയിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് വൂഫിംഗ് കഫ് ആണ്. വൂഫിംഗ് കഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വേറൊരു പേരുണ്ട് വൂഫിംഗ് കഫിന്, പെർട്ടുസിസ് എന്നാണ്. അല്ലെങ്കിൽ 100 days of cough,
അല്ലെങ്കിൽ കഫ് ഓഫ് 100 days എന്ന് പറയും. ഇത് കുട്ടികളിലാണ് വരുന്നതെങ്കിൽ അത് മേ ഒക്കേഴ്സ് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുട്ടികളിലാണ് വൂഫിംഗ് കഫ് എന്ന് പറയുന്ന അസുഖം വരുന്നതെങ്കിൽ അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഈ ഒരു അസുഖം വരാതിരിക്കാനായിട്ട് നോക്കുക. ഈ ഒരു അസുഖത്തിനെതിരെ എടുക്കുന്ന വാക്സിന്റെ പേരാണ് പെൻഡാവാലന്റ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫ്തീരിയ എന്ന് പറയുന്ന അസുഖമാണ്. ഡിഫ്തീരിയ എന്ന് പറയുന്നത് നമ്മുടെ തോട്ടിലെ വിൻപൈപ്പിനെയും ട്രക്കിനെയും അഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് എന്ത് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇമേജ് ഞാനെടുത്ത് കാണിച്ചു തരാം. ആ ഇമേജിൽ കാണുന്ന പോലെ ഒരു വൈറ്റ് കളറില് വെള്ള കളറിലെ ഒരു പാട നമ്മുടെ തൊണ്ടയിൽ വിൻപൈപ്പില് വളരെയും അത് ആദ്യം കാണുമ്പോൾ ചെറുതായിരിക്കും, പെട്ടെന്നായിരിക്കും അത് വളർന്ന് നമുക്ക് ഭക്ഷണം ഇറക്കുമ്പോഴും ശ്വാസം എടുക്കുമ്പോൾ പോലും ഡിഫിക്കൽട്ടീസ് വരും. ഇത് എക്സ്ട്രീം കണ്ടീഷൻ ആകുമ്പോൾ ഈ ഒരു വെള്ളപ്പാടയിൽ ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ആവുകയും അത് നമ്മുടെ എൻ്റെ ബോഡിനെ അത് അഫക്ട് ചെയ്യുകയും ചെയ്യും. സോ ഇതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുട്ടികളിലാണ് ഈ 2 മുതൽ 5 വരെയും പ്രായമുള്ള കുട്ടികളിലൊക്കെയാണ് ഈ ഒരു അസുഖം വരുന്നെങ്കിൽ ചാൻസ് ഉണ്ട്. 5 മുതൽ 20% വരെ ഡെത്ത് റേറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അസുഖമാണ്. സാധാരണ നമ്മൾ എന്താ പറയാ ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് എടുക്കുക. ഫസ്റ്റ് തന്നെ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് ആന്റിബയോട്ടിക് എടുക്കുകയാണെങ്കിൽ അസുഖം നമുക്ക് എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മൾ കുട്ടികൾ തൊണ്ടവേദനയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, എന്താണ് അങ്ങനെ എന്തെങ്കിലും വെള്ളപ്പാട വല്ലതുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക നല്ലതായിട്ട്. ഇപ്പൊ നമ്മൾ വാക്സിൻ അവൈലബിൾ ആണ്, അതുകൊണ്ട് ഈ ഒരു അസുഖം റിപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാലും ഒന്ന് നോക്കുക എന്തെങ്കിലും ഉണ്ടോ. ചിലപ്പോൾ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം. ഇത് ഡ്രോപ്ലെറ്റ്സ് വഴി ഒരാൾക്ക് ഇതുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വരാനായിട്ട് ഈസി വരാനുള്ള ചാൻസ് ഉണ്ട്. വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് അത്ര കോംപ്ലിക്കേഷൻ ഇല്ലെങ്കിലും നമ്മൾ കുട്ടികൾ തൊണ്ടവേദന എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ഓപ്പൺ ചെയ്ത് വായന ഓപ്പൺ ചെയ്ത് ഒന്ന് ടോർച്ചൊക്കെ ലൈറ്റ് ഒക്കെ ഒന്ന് നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇത്രയും അസുഖങ്ങളാണ് നമ്മൾ ക്ലാസ്സുകളിൽ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ആദ്യ ഒരു ക്ലാസ്സിൽ കയറിയ കുട്ടികളാണെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മുതൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ലവ്ലിയാണ്, പറഞ്ഞോളാം. about disease, childhood diseases, to speak out of tetanus, polio, dysentery, and jaundice. Tetanus is Clostridium tetani, and sorry, independent is a primary symptom of this disease. Bacterial disease is growing in lungs, etc. Even should be cared for. And the oral protection and polio vaccine. Polio vaccine polio vaccine because the mileage bacteria. Treatment is in blood infection of before in care and it was in India or the we will find how we limbs and supplies of all those. About disease, we look at the past and go safely. We also have some coding available from football and soccer and global also. About the possible training, we can get on or training them only. If medical evidence not properly recognized, yellow or in this battery in the
organ helper malfunctioning finally patient can die. So treatment should be given in starting health. താങ്ക് യു ലവ്ലി. ഏതാ കുറച്ച് ക്ലിയർ ആവുന്നതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, കാരണം മോനെടുത്ത എഫേർട്ട് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. താങ്ക് യു. എന്താണ് ഡൗട്ട് സിബി? കേട്ടില്ല. മാം ഞാൻ ചോദിച്ചിട്ട് ഒരു മിനിറ്റ് കേട്ടോ. ഈ നോട്ട്സ് ഒക്കെ